ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനായ ഡോക്ടർ അർജുൻ ചാക്കോയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രെയിനും അതുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ്ങും അതിലെ പുതിയ സാങ്കേതികമായ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാം സാറിനോട്. സർ, തലച്ചോറിലെ ബ്ലീഡിങ് മെയിനായിട്ട് എന്തെല്ലാം കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ക്ഷതം കൊണ്ടുണ്ടാകുന്ന തലച്ചോറിൻ്റെ രക്തസ്രാവങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട, അതായത് സ്പോണ്ടേനിയസ് ആയി മറ്റ് ക്ഷതങ്ങളോ മറ്റ് കാരണങ്ങളോ ഇല്ലാതെ ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ രക്ത ബ്ലീഡിങ്ങുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാധാരണയായി രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ മൂലം ജന്മനാ തന്നെയുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ എന്ന് പറയുന്ന തലച്ചോറ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെയുള്ള രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്നതാണ് ഒരു ഗണത്തിൽപ്പെടുന്ന തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങുകൾ. രണ്ടാമത് ട്യൂമർ ബ്ലീഡിങ്ങുകൾ, അതായത് വളരെ ഫാസ്റ്റായി തലച്ചോറിൽ വളരുന്ന ട്യൂമറുകൾ മൂലം ട്യൂമറുകൾക്കുള്ളിലേക്കോ അതിൻ്റെ ചുറ്റുമുള്ള തലച്ചോറിലേക്കോ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് ട്യൂമർ ബ്ലീഡുകൾ ഉണ്ടാകുന്നത്. മറ്റ് സർവ്വസാധാരണമായി ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ബി പിയുടെ ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന തലച്ചോറിനകത്തുള്ള ബ്ലീഡുകളാണ്. നാലാമതായിട്ട് തലച്ചോറിലെ രക്തക്കൊള്ളുകൾ, പ്രത്യേകിച്ച് തലച്ചോറിൽ നിന്ന് രക്തം തിരിച്ചു കൊണ്ടുവരുന്ന രക്തക്കൊള്ളുകളോ അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊള്ളുകളോ അടഞ്ഞു പോകുന്നത് മൂലമുള്ള പ്രഷർ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങുകളാണ് നാലാമത്തെ ഗണത്തിൽപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായുള്ള ടൈപ്പ് ഓഫ് തലച്ചോറുകളുടെ ബ്ലീഡും അതിൻ്റെ കാരണങ്ങളും. എല്ലാ തരത്തിലുള്ള ബ്ലീഡിനും സർജറി അനിവാര്യമാണോ? സർജറി എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാൽ തലച്ചോറിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ നിമിഷത്തിലാണ് ഒരു പക്ഷേ തലച്ചോറിന് സംഭവിക്കുന്ന ഡാമേജിൻ്റെ ഒരു ഭൂരിഭാഗവും സംഭവിക്കുന്നത്. അതായത് തലച്ചോറിൻ്റെ പല രക്തസ്രാവങ്ങളും വളരെ ഹൈ പ്രഷർ ബ്ലീഡുകളാണ്. അതായത് വളരെ ശക്തമായ ഒരു പ്രഷറോടുകൂടിയാണ് തലച്ചോറിൻ്റെ സെൽസിനിടയിലൂടെ ഈ രക്തസ്രാവം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിമിഷത്തിൽ തന്നെ വളരെ സോഫ്റ്റായിരിക്കുന്ന ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും ഡാമേജായി പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ബ്ലീഡിങ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് സെക്കൻഡറി ബ്രെയിൻ ഡാമേജ് എന്നത് തടയുക എന്നത് മാത്രമാണ്. അതായത് ഓൾറെഡി വന്ന ഒരു ബ്ലീഡിങ് മൂലം ബാക്കിയുള്ള തലച്ചോറിനുണ്ടാവുന്ന ഡാമേജ് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഡാമേജ് തടയുക എന്നത് മാത്രമാണ് നമ്മൾ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർജിക്കലായിട്ട് ഏതിനൊക്കെയാണ് ചികിത്സ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, പൊതുവേ ഒന്നല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ്ങിൻ്റെ സൈസ് വളരെ വലുതായതുകൊണ്ട് ചുറ്റുമുള്ള തലച്ചോറിന് ഡയറക്റ്റ് ഡാമേജ് ഉണ്ടാകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ കൂടുതൽ സാധാരണമായി തലച്ചോറ് ഇവിടെ അടഞ്ഞ പെട്ടിയാണ്, സ്കള്ളിൻ്റെ ഉള്ളിൽ പരിമിതമായ സ്പേസ് മാത്രമേ തലച്ചോറിനുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു ക്വാണ്ടിറ്റിയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നോർമലായിട്ടുള്ള തലച്ചോറ് പോലും ആ പ്രഷറിൽ തിങ്ങി ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലയോട്ടിക്കുള്ളിലുള്ള പ്രഷർ കൂടുന്ന അവസ്ഥകളിലാണ് നമുക്ക് സർജറി ചെയ്ത് ഈ പ്രഷർ അടിയന്തരമായി കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ പ്രഷർ മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ പ്രഷർ കൂടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക അനുനിമിഷം എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ICP മോണിറ്ററിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഈ ടൈപ്പ് തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങുകളിൽ. സർ, എന്താണ് ICP മോണിറ്ററിംഗ് എന്ന് പറയുന്നത്? ICP മോണിറ്ററിംഗ് എന്നാൽ ഇൻട്രാക്രേനിയൽ പ്രഷർ മോണിറ്ററിംഗ്. അതായത് തലയോട്ടിക്കുള്ളിലുള്ള പ്രഷർ നമ്മൾ ഒരു ചെറിയൊരു കത്തീറ്റർ തലച്ചോറിനുള്ളിൽ വെച്ചതിന് ശേഷം അത് മെഷീനിലേക്ക് കണക്ട് ചെയ്യുകയും തലച്ചോറിനുള്ളിലുള്ള പ്രഷർ ഓരോ നിമിഷവും അളക്കുകയും ചെയ്യുന്നതിനാണ് ICP മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് തലച്ചോറിന് ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷം ബ്ലീഡിംഗ് വീണ്ടും കൂടുകയോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന് ചുറ്റുമുള്ള നീര് കൂടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ തലയോട്ടിക്കുള്ളിലുള്ള പ്രഷർ കൂടിപ്പോവുകയും അതുമൂലം ചുറ്റുമുള്ള തലച്ചോറിന് ഡാമേജ് വരികയും ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ICP മോണിറ്ററിംഗ്. പലപ്പോഴും തലച്ചോറിൻ്റെ ബ്ലീഡ് വന്ന് അബോധാവസ്ഥയിലുള്ള പല പേഷ്യൻസും നമ്മൾ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുത്ത് വെന്റിലേറ്ററിലുള്ള പേഷ്യൻറ്റിന് അനസ്തീഷ്യ കൊടുത്ത് അബോധാവസ്ഥയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ മറ്റ് പല രോഗലക്ഷണങ്ങളും നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ. ഒരുപക്ഷെ കണ്ണിൻ്റെ റിയാക്ഷനോ അല്ലെങ്കിൽ ചെറിയ BPയിൽ മറ്റും വരുന്ന ഫ്ലക്ച്വേഷൻസ് മാത്രമാണ് നമുക്ക് രോഗലക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ICP മോണിറ്ററിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം ഓരോ നിമിഷവും തലച്ചോറിലുണ്ടാകുന്ന പ്രഷറുകൾ അപ്പം നമുക്ക് പിക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏത് നിമിഷം അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ സർജറിയിലേക്ക് പോകണം എന്നുള്ള ശരിയായ തീരുമാനമെടുക്കാനും ഡാമേജ് ഏറ്റവും കൂടുതൽ ലിമിറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ഉപാധിയാണ് ICP മോണിറ്ററിംഗ് എന്നത്. സർ, ബ്രെയിനിൽ വരുന്ന ബ്ലീഡിങ്ങിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? സാധാരണയായിട്ട് ബ്രെയിനിലുള്ള എല്ലാ ബ്ലീഡിങ്ങും തന്നെ പൊടുന്നനെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. മറ്റു പല രോഗങ്ങളെയും പോലെ ട്യൂമറുകളെ പോലെ എല്ലാം സ്ലോ ആയിട്ട് മാസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ആവുന്ന സിംറ്റംസ് അല്ല. എല്ലാ സിംറ്റംസും തന്നെ വളരെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ തന്നെ വളരെ സഡനായി വളരെ ശക്തമായ ഒരു തലവേദന എന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു രോഗലക്ഷണം.
പിന്നീട് ഒരു സൈഡിന് തളർച്ച വരിക, അല്ലെങ്കിൽ ബോധം മറിഞ്ഞു പോവുക, അബോധാവസ്ഥയുടെ പല തലങ്ങളിലേക്ക് പേഷ്യൻ്റ് പോവുക, സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക മുതലായവയാണ് തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ. വളരെ വലിയ ബ്ലീഡാണെങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും ഒരു ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സാവകാശം പോലും ഇല്ലാതെ തന്നെ രോഗി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ ന്യൂറോ സർജറിയിൽ റോബോട്ടിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഈ ഇൻട്രാക്രേനിയൽ ബ്ലീഡ് അല്ലെങ്കിൽ തലച്ചോറിനകത്തുള്ള ബ്ലീഡിങ്ങിന് സർജറിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്ക് തലച്ചോറിൻ്റെ പല ബ്ലീഡിങ്ങുകളും തലച്ചോറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഡീപ്പായിട്ട് തലച്ചോറിനുള്ളിലുള്ള ബ്ലീഡിങ്ങുകളാണ് പലതും. അപ്പോൾ ഈ ബ്ലീഡിങ് എടുത്ത് മാറ്റാനുള്ള ഒരു ശസ്ത്രക്രിയയിൽ തന്നെ തലച്ചോറിനുള്ളിൽ ഒരു വിൻഡോ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വെട്ടി കീറി മുറിച്ചതിന് ശേഷം മാത്രമേ നമുക്കുള്ളിൽ ഈ ബ്ലീഡിങ്ങിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബ്ലീഡിങ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തലച്ചോറിനുള്ളിൽ ഒരു ഇൻസിഷൻ ഇടുക അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ഒരു സങ്കീർണമായ ഒരു പ്രോബ്ലത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം റിസ്ക്കുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഏത് ഭാഗത്താണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങിലേക്ക് എത്താനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം ഏതാണ്, ഏറ്റവും കുറവ് ഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിലുള്ള പാത ഏതാണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിഷനാണ്. അവിടെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ഗൈഡൻസ്, നാവിഗേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നെല്ലാം തന്നെ വളരെയധികം സർജറിയുടെ ഒരു പശ്ചാത്തലം തന്നെ മാറ്റുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ പ്ലാൻ ചെയ്യുന്നതിൽ നമ്മളുടെ സെൻറ്റർ വൺ ഓഫ് ദി ലീഡിങ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഏത് പാതയിലൂടെ ബ്ലീഡിങ് വരെ എത്തണം എന്നുള്ളത് നമ്മൾ CT സ്കാനോ MRI സ്കാനോ എല്ലാം നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്ത ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് സർജറിക്കുള്ള പാതയും സർജറിക്കുള്ള ഡെപ്ത്ത്, എത്ര വലിയ വിൻഡോ ഉണ്ടാക്കണം, എങ്ങനെ പോകണം ബ്ലീഡിങ്ങിലേക്ക് എന്നുള്ളത് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ സർജറി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ എല്ലാം ഈ ബ്ലീഡിങ്ങുകൾ വളരെ കൂടുതൽ ജീവൻ അപകടമുള്ള രീതിയിലായാൽ മാത്രമേ നമ്മളൊരു സർജറി കൺസിഡർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതിലൊക്കെ വളരെ നേരത്തെ തന്നെ അതിലൊക്കെ വളരെ സുരക്ഷിതമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് സർജറി പ്ലാൻ ചെയ്യാനും അതുകൊണ്ട് തന്നെ കൂടുതൽ തലച്ചോറിൻ്റെ കോശങ്ങൾ ഡാമേജ് ആകുന്നതിന് മുമ്പ് തന്നെ ഇടപെടാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്. സർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്രധാനപ്പെട്ട സർജറി അല്ലാതെ ഈ കീ ഹോൾ പോലെ ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ നമ്മൾ നാവിഗേഷൻ ഗൈഡൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം വന്നതോടുകൂടി തന്നെ തലച്ചോറിൻ്റെ രക്തസ്രാവങ്ങൾക്കുള്ള ഭൂരിഭാഗം സർജറീസും നമുക്ക് നേരത്തേതിലും വളരെ ചെറിയ ഒരു മുറിവിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻസിഷനിലൂടെ സാധ്യമാണ്. ഇന്ന് ഭൂരിഭാഗം സർജറീസും ഒരു കീ ഹോളിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതികത ഇതിലൂടെ നമുക്ക് ലഭ്യമാണ്. നേരത്തെ നമുക്ക് വലിയൊരു മുറിവുണ്ടാക്കി ഏതിലേക്കൂടെ ആണ് നമുക്ക് ബ്ലീഡിങ്ങിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഇന്ന് കൃത്യമായി മില്ലിമീറ്റർ വ്യത്യാസമില്ലാതെ തന്നെ ഏത് ഭാഗത്ത് നമ്മൾ മുറിവുണ്ടാക്കണമെന്നും ഏത് ഭാഗത്ത് സ്കള്ളിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കണമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർണ്ണമായി ഹെമറ്റോമ അല്ലെങ്കിൽ ബ്ലീഡിങ് എടുത്തു മാറ്റാനുള്ള സാങ്കേതികത തന്നെയാണ് ഇന്ന് ഈ ബ്ലീഡിങ്ങിനായി കീ ഹോൾ സർജറി പോസിബിളാണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതികത, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് എന്നതിലെല്ലാം തന്നെ ഏറ്റവും അധികം വ്യത്യാസം വന്ന ഒരു ചികിത്സയാണ് തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങിനായിട്ടുള്ള ശസ്ത്രക്രിയ എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ ഇവിടെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം സംസാരിച്ച ഡോക്ടർ അർജുൻ സാറിന് താങ്ക് യു.